ഹലോ. അങ്ങനെ പണി കണ്ടിരിക്കുകയാണ്. ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം അവസാനം അത് OTT റിലീസ് ആയിരിക്കുകയാണ്. ഇതെനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, ഞാൻ OTTയിലാണ് കണ്ടത്. ഒരു നൈസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഒരു സിമ്പിൾ പ്ലോട്ട് പിടിച്ച് നല്ല നീറ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജോർജ് ജോർജ് പുള്ളി തന്നെയാണ് ഇതിൻ്റെ റൈറ്റിങ്ങും ഡയറക്ഷനും ഇതിൻ്റെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഫസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോലും കീടിലം വർക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സംഭവം നല്ല വൃത്തിക്കാണ് എടുത്ത് വെച്ചത്. അടിപൊളി മേക്കിംഗ് ആയിരുന്നു. പടത്തിനകത്ത് കുറെ കിടിലൻ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ വർക്കായിരുന്നു. ഈ പടത്തില് രണ്ട് പയ്യന്മാരുണ്ട് വില്ലൻ ചെയ്ത്. അവന്മാര് പൊളിച്ചടിക്കും. പുതിയ പയ്യന്മാര് ഇപ്പം മുറയിലൊരു 6 പയ്യന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇവന്മാരുണ്ട്. മൊത്തം ഇവരെ ഒരു 8. ഇവര് കീടിലം പിള്ളേരാണ്ട. ഇനി വരാൻ പോകുന്ന പടങ്ങളിലൊക്കെ ഒരുപാട് ഇവന്മാരെ കാണാൻ. ഇവന്മാര് ഇനി അഴിഞ്ഞാടും. കിടിലം കിടിലം. ഈ പടത്തില് ജോർജ് ജോർജ് അല്ല സ്കോർ ചെയ്തിരിക്കുന്നത്, ഇവന്മാര് രണ്ടാണ്. ഇവന്മാരെ താഴെ വരത്തുള്ളൂ പുള്ളിക്കാരൻ. അതുപോലത്തെ റേഞ്ചിലാണ് അവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. വില്ലത്രം എന്നൊക്കെ പറഞ്ഞ പീക്ക് ഒരു സൈക്കോ ലെവൽ സാധനമാണ് അവന്മാർ ചെയ്തു വെച്ചത്. ഒരു രക്ഷയില്ല. കിടിലം കിടിലം വില്ലന് തോന്നുന്നു പറഞ്ഞാൽ അങ്ങ് നടനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയില്ല. അതുപോലത്തെ ഈ പടത്തിന്റെ പേര് പോലെ തന്നെ അങ്ങ് പണി വെറുതെ അല്ല പണി എന്ന് വരട്ടെ, ഓരോരോ പണി ഇങ്ങനെ കൊടുക്കുന്ന ആ സാധനമാണ്. നമുക്ക് പടം കാണുമ്പോൾ ഇവന്മാരെ നമുക്ക് അങ്ങ് ഭയങ്കര ഒരു ഫീല് നമുക്ക് തോന്നും. ഇവന്മാരങ്ങ് ചുമ്മാ തീർത്ത ചത അതുപോലത്തെ ലെവൽ സാധനമാണ് അവന്മാർ ചെയ്തു വെച്ചിരുന്നത്. അത് കിടിലായിട്ട് അവന്മാർ ചെയ്തിരുന്നു. അടിപൊളിയായിരുന്നു. ജോർജ് ജോർജിനെക്കാളും എനിക്ക് അവന്മാരെ ഇഷ്ടപ്പെട്ടു. അവന്മാരാണ് ഈ പടത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞത്. കിടിലമായിരുന്നു. കിടിലം പണം. പിന്നെ അടിപൊളി ഭയങ്കര സംഭവം അല്ല, ഒരു ചെറിയ സംഭവം ബേസ് ചെയ്ത് പക്ഷെ അത് എടുത്ത് വെച്ച് നല്ല രസമുണ്ടാവും. ഒട്ടും ബോറടിപ്പിക്കുക. നമ്മൾ പടമായിട്ട് തന്നെ കണക്റ്റ് ആയി ത്രൂ ഔട്ട് നമ്മൾ ഒറ്റ ഇരുമിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് ആ പടത്തിൽ മുഴുകിയിരുന്ന് കണ്ടു തീർക്കാൻ വരുന്ന ഒരു നൈസ് പടമാണ്. അപ്പോൾ OTTയിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു പോകുക. കാണാത്തവരൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കണ്ടവരും അഭിപ്രായം അറിയിക്കുക.